ഓക്കെ, ഞാൻ തമാശ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഇപ്പോൾ നേരത്തെ മോൻസൺ മാവുങ്കലിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ലോക്നാഥ് ബെഹ്റയെ പ്രതി ചേർക്കേണ്ടതുണ്ട്. മാഷ് അതിന് മറുപടി പറഞ്ഞില്ല. മറുപടി പറയായിരിക്കും. എന്നാൽ ഇനി അത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ആ മോൻസൺ മാവുങ്കലിൻ്റെ സിംഹാസനം എന്താണ്? അന്ന് ബിംബിസാറിൻ്റെ സിംഹാസനമായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ സിംഹാസനത്തിൽ കയറി അംശവടിയും പിടിച്ച് വിശാലമായി ബെഹ്റ ഇരിക്കുന്നുണ്ട്. മനോജ് എബ്രഹാം അന്ന് ഉടവാൾ പിടിച്ച ചിത്രം അടക്കം പുറത്തു വന്നാണ് നമുക്ക് ഓർമ്മയുണ്ട്. കെ സുധാകരനേക്കാൾ ആരോപണം പരാതിക്കാർക്ക് ബെഹ്റ മാവുങ്കൽ ബന്ധത്തിലുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസെങ്കിലും അവിടെ കൊടുത്തിട്ടില്ല. സുധാകരനെ രണ്ടാം പ്രതിയാക്കിയ ക്രൈംബ്രാഞ്ച് ആ വഴിക്ക് എവിടെയെങ്കിലും പോയിട്ടുമില്ല. ഇതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലോക്നാഥ് ബെഹ്റയ്ക്കും ഈ ഇടത് സർക്കാരും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന് തെളിവാണെന്ന് പറയുമ്പോൾ പോലും പത്മജ BJP ബന്ധത്തിൻ്റെ പാലമാകാൻ ഈ ബന്ധം എന്ന ആരോപണം എത്രത്തോളം തെളിവ് മൂല്യമുള്ളതാണ് ചാമക്കാല? ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞല്ലോ. ഇവിടെ ലോക്നാഥ് ബെഹ്റയെ പൊഴുത്തുന്ന കാര്യത്തിൽ ഈ പറയുന്ന നമ്മുടെ മുൻ MPക്കോ അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധിക്കോ ഒരു മടിയുമില്ല. കാരണം അവരുടെ രണ്ടുപേരുടെയും പ്രതിനിധിയാണ്. രണ്ടുപേരും നിൽക്കുന്നത് ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു, താങ്കൾ സൂചിപ്പിച്ചു, പിന്നെ ലോക്നാഥ് ബെഹ്റയുടെ കാലത്തുണ്ടായിട്ടുള്ള ഈ സംസ്ഥാനത്ത് പോലീസിൽ ഒരു സേനയിൽ നടന്നിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് കൃത്യമായി താങ്കൾ സൂചിപ്പിച്ചു. അത് സിംസ് എന്ന് പറയുന്നത് സെൻട്രൽ ഇൻട്രൂഷൻ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പേരിൽ പോലീസ് ആസ്ഥാനത്ത് തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് പിന്നെ സ്ഥാപനം തുടങ്ങാൻ അനുമതി നൽകിയത് മുതൽ പിന്നെ ഇവരുടെ ക്വാർട്ടേഴ്സ് പണിയുന്നതുമായി ബന്ധപ്പെട്ട് പെയിൻറ്റുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വെടിയുണ്ട കാണാതായത് ഉൾപ്പെടെ CIAGയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിനെ സംബന്ധിച്ചൊന്നും ഒരു വിശദീകരണവും ഒരു ഭാഗത്തില്ല. മറുഭാഗത്ത് മുൻ MP പറയുന്നത് അദ്ദേഹം ദേശീയ തലത്തിൽ NIAയുടെ ഭാഗമായിരുന്നപ്പോൾ വലിയ മറിപ്പായിരുന്നു എന്നാണ്. അങ്ങേക്ക് അറിയാമോ എന്നെനിക്കറിയില്ല. NIAയുടെ ഫൗണ്ടർ മെമ്പറായിരുന്നു ലോക്നാഥ് ബെഹ്റ. ലോക്നാഥ് ബെഹ്റ NIAയുടെ ഫൗണ്ടർ മെമ്പറായിരിക്കെ അമേരിക്കയിൽ ജയിലിൽ പോയി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു, അന്താരാഷ്ട്ര ഭീകരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു എന്നും അതിൻ്റെ ബേസിസിൽ അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി NIAക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല എന്നും അമേരിക്കയുടെ കൈവശമുള്ള ഒരു പ്രതിയെ അത്തരത്തിൽ ജയിലിൽ പോയി ചോദ്യം ചെയ്യുക അസാധ്യമാണെന്നും പിന്നീട് ബോധ്യപ്പെടുകയും ഇദ്ദേഹത്തെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യണമെന്ന് വരെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമെന്ന് വരെ NIAയിൽ തീരുമാനം വരികയും ചെയ്തതാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്ന് NIAയെ സംബന്ധിച്ച് NIAയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ തലത്തിൽ 2018 അത് ഫോം ചെയ്യുന്നത്. അന്തർദേശീയ തലത്തിൽ അതിനെ സംബന്ധിച്ച് വലിയ റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിലെ ഫൗണ്ടർ ഡയറക്ടറായിട്ടുള്ള ലോക്നാഥ് ബെഹ്റയ്ക്ക് നടപടി എടുക്കുന്നത് അന്തർദേശീയ തലത്തിൽ തന്നെ ഇന്ത്യക്ക് നാണക്കേടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ കേരളത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ NIAയിലേക്ക് കൊടുത്ത ഡെപ്യൂട്ടേഷൻ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ച് അദ്ദേഹത്തെ R&D വിങ്ങിലും പിന്നെ കേന്ദ്ര പോലീസുമായി ബന്ധപ്പെട്ട R&D വിങ്ങിലേക്ക് അയക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ പീരീഡ് പൂർത്തിയാക്കിയതിനു ശേഷം മടങ്ങി വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്കൾ പറഞ്ഞ ഗുരുതര ആരോപണമാണ് ആ വിഷയത്തിൽ. താങ്കൾ പറഞ്ഞ ഗുരുതരമാണ്. ഇത് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ആരോപണമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയുടെ എന്താണ് കിരീടത്തിലെ പൊൻതൂവലായി ഇപ്പോഴും ഇരിക്കുന്നതാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു. അന്ന് പറഞ്ഞ് ഇസ്രത് ജഹാൻ തീവ്രവാദിയാണെന്ന് ഹെഡ്ലി പറഞ്ഞു എന്നായിരുന്നു റിപ്പോർട്ട്. അത് കള്ളമാണ് എന്നാണ് താങ്കളുടെ ആരോപണം. താങ്കൾ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഗുരുതരാവസ്ഥ താങ്കൾക്ക് ബോധ്യമുണ്ടോ ചാമക്കാല? അദ്ദേഹം എനിക്ക് 100% നല്ല ബോധ്യമുണ്ട്. ഞാൻ ഉത്തമ ബോധ്യത്തോടെ തന്നെ പറയുന്നത്, അദ്ദേഹം അമേരിക്കയിൽ ജയിലിൽ പോയി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവകാശവാദം തെറ്റാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലിടട്ടെ, ഞാൻ തയ്യാറാണ്. വളരെ കൃത്യമായി ഞാൻ പറയുന്നു. അപ്പോൾ അത് ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ്. ലോക്നാഥ് ബെഹ്റ എന്ന് പറയുമ്പോൾ തന്നെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ജയിലിൽ പോയി ചോദ്യം ചെയ്ത ആൾ എന്ന ചിത്രമല്ലേ എല്ലാവരുടെ മനസ്സിൽ തെളിയുക? അത് ഉടായ്പാന്ന് പറയുകയാണോ ചാമക്കാല? ഉത്തരവാദിത്തോടെ പറയുകയാണ് അല്ലേ? ഉടായ്പന്നേ, അത് തട്ടിപ്പായിരുന്നേ. ഉത്തരവാദിത്തോടെ പറയാണ്. അദ്ദേഹം അമേരിക്കയിൽ ജയിലിൽ പോയി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനറി ആക്ഷന് പ്രൊസീഡ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ NIAയിൽ പരിപൂർണമായും അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മറ്റൊരു സെക്ഷനിൽ പോയതിനു ശേഷം അദ്ദേഹം ഡെപ്യൂട്ടേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് മടങ്ങി വന്നിട്ടുള്ളത്. ഇത് ഞാൻ ആധികാരികമായി പറയുന്നു. ഞാനൊരു നമ്മുടെ രാജ്യത്തിനെതിരായി സംസാരിച്ചെങ്കിൽ അദ്ദേഹം കേസെടുക്കട്ടെ, അദ്ദേഹം പരാതി കൊടുക്കട്ടെ. ഞാൻ ആധികാരികമായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഇപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സമയം അതല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒരു ഭാഗത്ത് അദ്ദേഹം നിൽക്കുന്നു. രണ്ടാമത്തേത് ഇവിടെ ഞാൻ ഈ തിരിച്ചു വന്നാൽ അദ്ദേഹം കുറേ CPMൻ്റെ പ്രതിനിധി അദ്ദേഹം കുറേ പേരുകളൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ടെന്നേ. ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 20% വോട്ടേ ലഭിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് ചുരുങ്ങിയ സീറ്റുകളെ ലഭിച്ചിട്ടുള്ളൂ. ശരിയാണ്. നിങ്ങളുടെ അവസ്ഥയോ? നിങ്ങൾക്ക് 1967 42 സീറ്റ് ഉണ്ടായിരുന്ന നിങ്ങൾ ഇപ്പം 3 സീറ്റിലാണ്. ഇനി താങ്കൾ BJPയിലേക്ക് പോയ കോൺഗ്രസ് നേതാക്കന്മാരുടെ വലിയ ലിസ്റ്റൊക്കെ വായിച്ചു. ഞാനൊന്ന് വായിച്ചോട്ടെ. ഗഗൻ മർമു
അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ തന്നെയാണ് CPM MLA ആയിരിക്കുമ്പോൾ തന്നെയാണ് BJP-യിലേക്ക് പോയി BJP സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് മത്സരിച്ചതെന്ന് താങ്കൾക്ക് അറിയാമായിരിക്കാം. മഹ്ഫൂസ ഫാത്തൂൻ CPM-ൻ്റെ MLA ആയിരുന്നു, നേതാവായിരുന്നു. ജ്യോതിർമയി സിക്ദർ CPM-ൻ്റെ MP ആയിരുന്നു, BJP MP ആയി മാറി. മുബഷീർ അലി CPM-ൻ്റെ MLA ആയിരുന്നു, BJP MP ആയി മാറി. വിശ്വജിത് ദത്ത CPM-ൻ്റെ MLA ആയിരുന്നു, BJP നേതാവായി മാറി. സുപാൽ ഭൗമി CPM-ൻ്റെ നേതാവായിരുന്നു, പിന്നീട് BJP-യിലേക്ക് പോയി. ചന്ദൻ ഭൗമി BJP-യിലേക്ക് പോയ CPM നേതാവാണ്. ദീപാലി ബിശ്വാസ് CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയ നേതാവാണ്. അശോക് ദിന്ദ, തപസി മണ്ഡൽ, സ്വദേശി രഞ്ജൻ നായക്, നികുഞ്ച് പൈക്ക്, അങ്കഡ് ബൗരി, ദേവേന്ദ്രനാഥ് റോയ്, ജിതേന്ദ്ര സർക്കാർ, ജയ്കിഷോർ ജമാത്തിയ തുടങ്ങിയ എനിക്ക് പറയുമ്പോൾ ഏറ്റവും താഴ്ന്നത് ഒരു MLA-യുടെ പേരെ പറയാൻ കഴിയും CPM-നെ സംബന്ധിച്ച്. കാരണം നിങ്ങൾക്ക് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുള്ളത് 3-4 പേരാണ് ദേശീയ തലത്തിൽ. അപ്പോൾ നിങ്ങളുടെ പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടി ഓഫീസ് ഉൾപ്പെടെ BJP-ക്ക് കീഴടങ്ങി കൊടുത്ത്, അത് ഏരിയ കമ്മിറ്റിയുടെയും ലോക്കൽ കമ്മിറ്റിയുടെയും പാർട്ടി ഓഫീസ് ഉൾപ്പെടെ BJP-ക്ക് കൊടുത്തിട്ടാണ് വന്നിരുന്ന കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയവരുടെ കണക്ക് താങ്കൾ പറയുന്നത് എന്ന് കൂടി താങ്കൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനെക്കുറിച്ച്. മറ്റൊന്ന്, ഇവിടെ പറഞ്ഞു എന്താ, പിന്നെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കണമെന്ന്. അതൊരു BJP-യുടെ ദേശീയ നേതാവ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. സംസ്ഥാനത്തിൻ്റെ BJP-യുടെ ഒരു വക്താവ് വന്നിരുന്ന് കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വളർച്ച ഇവിടെ പടവലങ്ങ പോലെയല്ലേ സുഹൃത്തെ? കേരളത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? അല്ല, പ്രസക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴും അല്ല, ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ പ്രതിപക്ഷ VD സതീശൻ പറയുകയാണ്, BJP-ക്ക് ഇല്ലാത്ത വലിപ്പം ഉണ്ടാക്കി കൊടുത്ത് BJP-യെ പ്രധാന കക്ഷിയാക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരാരോപണം കൂടി ഇന്ന് പ്രതിപക്ഷ പറഞ്ഞ കേട്ടോ ചാമക്കാല. ഞാൻ അതൊക്കെ വരുന്നത് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റേത്. സംസ്ഥാനത്ത് NDA-യുടെ കൺവീനർ ആരാന്ന് നമുക്കറിയില്ല, പക്ഷേ LDF-ന്റെ കൺവീനർ NDA കൺവീനറായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാര്യത്തിൽ തർക്കവുമില്ല. ഇവിടെ BJP-യും CPM-ഉം തമ്മിലാണ് മത്സരമെന്ന് LDF-ന്റെ കൺവീനർ വന്ന് പറഞ്ഞാൽ, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വന്ന് പറഞ്ഞാൽ, അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് തമാശ രൂപേണ അത് കളയാനേ കഴിയൂ. നോക്കൂ, ഇവിടെ BJP രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ഏക കോൺസ്റ്റിറ്റ്യുൻസി തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുൻസിയാണ്. അവിടെ രണ്ടാം സ്ഥാനത്ത് പിന്നെ BJP വരുമ്പോൾ ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ് വന്നേ, 3-ാം സ്ഥാനത്താണ് LDF. ഇപ്പോൾ BJP-യെ സംബന്ധിച്ച് തോൽപ്പിക്കാനാകില്ല എന്ന് BJP-ക്ക് പരിപൂർണമായും ബോധ്യമായി. അവരവരുടെ ടെൻറ്റെല്ലാം അഴിച്ചു മടക്കി കെട്ടി തൃശ്ശൂരേക്ക് പോയിരിക്കുക. അങ്ങനെ പോകുമ്പോൾ നമ്മളാരുമല്ല, ശ്രീ O രാജഗോപാൽ തന്നെ പരസ്യമായി പറഞ്ഞു ശ്രീ ശശി തരൂരിനെ തോൽപ്പിക്കുക ഇനി അസാധ്യമാണ്. അപ്പോൾ ഇവർ ഇവിടുന്ന് ടെൻറ്റെല്ലാം വരി കെട്ടി തൃശ്ശൂരിലേക്ക് പോയി. ഇപ്പോൾ തൃശ്ശൂരിലെ അവസ്ഥ എന്താ? തന്നെ വിളിച്ചു വരുത്തി കളിയാക്കുന്നു. ഞാനിത് അവസാനിപ്പിച്ചിട്ട് ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രചാരണത്തിന് പൊക്കോളാം എന്ന് പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥി നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ വെർബാറ്റം അദ്ദേഹം സംസാരിച്ചത് എന്താണെന്ന് നമ്മൾ ഇന്നലെ കൃത്യമായി കണ്ടു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ശ്രീ K മുരളീധരൻ ഉൾപ്പെടെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ വന്നുകൂടി അദ്ദേഹത്തിൻ്റെ 3-ാം സ്ഥാനം എന്നുള്ളത് 3-ാം സ്ഥാനത്ത് തന്നെ തുടരും. നോക്കൂ, അവിടെ തൃശ്ശൂരിൽ ഏതാണ്ട് മലമറിച്ചു എന്ന് പറയുന്നു. ഇവർ 11% നിന്നും 28% ഇവരുടെ വോട്ട് ഷെയർ കഴിഞ്ഞ പ്രാവശ്യം വർദ്ധിപ്പിച്ച് സുരേഷ് ഗോപി വന്നപ്പോൾ സത്യമാണ്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വോട്ട് ഷെയർ കൂടുകയായിരുന്നു UDF-ൻ്റേത്. UDF അവിടെ വിജയിക്കുകയായിരുന്നു. അവിടെ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുള്ളത് LDF-നാണ്. എന്നിട്ട് ഈ പിന്നെ ജയരാജൻ വന്നിരുന്ന് പറഞ്ഞിട്ട് ഇവിടെ BJP-യും CPM-ഉം തമ്മിലാണ് തർക്കം എന്ന് ഉദ്ദേശിക്കുന്നത്.